നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയുടെ പരിക്കിൻ്റെ കാര്യത്തിൽ എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരും, പരിക്കിൻ്റെ ആ ഒരു ആഘാതം എത്രയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണല്ലോ. ഈ സമയത്ത് ഇന്റർ മയാമി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. താരത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ്. ഇന്റർ മയാമി CF കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഫീഷ്യലി ഒരു വാർത്ത പുറത്തുവിടുന്നു. Inter Miami CF today has provided an injury update presented by Baptist Health for Inter Miami CF captain Leo Messi. എന്നതിൽ പറയുകയാണ്, മെസ്സി മെഡിക്കൽ ടെസ്റ്റിന് വിധേയനായി. അദ്ദേഹത്തിൻ്റെ മസിൽ ഡിസ്കംഫർട്ടിൻ്റെ ഒരു എക്സ്റ്റെൻഡ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നടത്തിയതാണ്. ലീഗ്സ് കപ്പ് മത്സരം നെക്കാക്സിനെതിരെ കളിക്കുന്നതിനിടക്കാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത്. ദ റിസൾട്ട് കൺഫേംഡ് എ മൈനർ മസിൽ ഇഞ്ചുറി ഇൻ ഹിസ് റൈറ്റ് തൈ. വലത് തുടയിൽ ഒരു ചെറിയ മസിൽ ഇഞ്ചുറി ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ക്ലിയറൻസ് വിൽ ഡിപ്പെൻഡ് ഓൺ ഹിസ് ക്ലിനിക്കൽ പ്രോഗ്രസ് ആൻഡ് റെസ്പോൺസ് ടു ട്രീറ്റ്മെൻറ്റ് എന്നാണ് റിപ്പോർട്ട് തന്നിരിക്കുന്നത്. ചുരുക്കത്തിൽ എന്ന് ഇനി അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും എന്നുള്ള മെഡിക്കൽ ക്ലിയറൻസ് കിട്ടുക താരത്തിൻ്റെ പ്രോഗ്രസ് അനുസരിച്ചായിരിക്കും, ട്രീറ്റ്മെൻറ്റിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും എന്നാണ് ഇന്റർ മയാമി ഒഫീഷ്യലി പറയുന്നത്. ചുരുക്കത്തിൽ എന്ന് ലിയോ മെസ്സി മടങ്ങിയെത്തും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് ഇപ്പോൾ ഇന്റർ മയാമി ഫിക്സ് ചെയ്യുന്നില്ല. അതേസമയം പരിക്കുണ്ട് എന്ന കാര്യം ഒഫീഷ്യലായിട്ട് അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അർജന്റീൻ മാധ്യമം TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത 2 മത്സരങ്ങൾ എന്തായാലും ലിയോ മെസ്സിക്ക് കളിക്കാൻ പറ്റില്ല. ഇന്റർ മയാമി വേഴ്സസ് പുമാസ് UNA മത്സരമാണ് അടുത്തത്. ലീഗ്സ് കപ്പിലെ മത്സരം ഓഗസ്റ്റ് 7 പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്ക് നടക്കുന്ന ആ കളി അദ്ദേഹം കളിക്കില്ല. ഒപ്പം ഓഗസ്റ്റ് 11 പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 നടക്കുന്ന ഓർലാൻഡോ സിറ്റിക്കെതിരെയുള്ള കളിയും അദ്ദേഹത്തിന് നഷ്ടമാവും എന്ന കാര്യം ഉറപ്പാണ്. ഒരുപക്ഷെ അതിനുശേഷമുള്ള മത്സരങ്ങളും നഷ്ടമായേക്കാം എന്ന് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഏതായാലും സെപ്റ്റംബർ ആദ്യത്തിൽ നടക്കുന്ന അർജന്റീനയുടെ മത്സരമാകുമ്പോഴേക്കും താരം ഫിറ്റാവും എന്ന പ്രതീക്ഷയിലാണ് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ നമ്മൾ കാണാൻ പറ്റുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.